മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിവാഹത്തിൻ്റെ പർപ്പസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2-3 എപ്പിസോഡായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. 2 പോയിൻ്റേ പറഞ്ഞുള്ളൂ. ഒന്ന് പാർട്ട്ണർഷിപ്പ്, രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് ഫോർ പ്ലഷർ, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് വിവാഹ ജീവിതം എന്ന് പറഞ്ഞു. മൂന്നാമത് ഇറ്റ് ഈസ് ഫോർ പ്രൊക്രിയേഷൻ, വംശവർദ്ധനവിന് വേണ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിമേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഗോഡ് ബ്ലസ് ദം ആൻഡ് സെഡ് ടു ദം. അത് അനുഗ്രഹിച്ച് അവരോട് പറയുകയാണ്, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി തീരുക. അന്നേരം ദൈവത്തിൻ്റെ ഭൂമിയെക്കുറിച്ചുള്ള കാര്യപരിപാടി എന്ന് പറയുന്നത് മനുഷ്യനെ കൊണ്ട് നിറയുക എന്നുള്ളതാണ്. ഈ മനുഷ്യൻ നിറയുന്നത് എങ്ങനെയാണ്? മക്കൾ ഉണ്ടാകുക എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ചിന്താഗതി എന്താണ്? മക്കൾ വേണ്ട. ദൈവത്തിൻ്റെ പ്ലാനിനോട് ഒരു മറുതലിപ്പല്ലേ അത്? ഇന്ന് മക്കൾ വേണ്ടാന്ന് ചിന്തിക്കുന്നത്. അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുക കുറച്ച് നാൾ, മക്കളൊന്നും വേണ്ട. ഇത് വലിയൊരു ഒരു ഡിബേറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും വെസ്റ്റിലൊക്കെ വർക്കിംഗ് വൈസ് അവരെ സംബന്ധിച്ചിടത്തോളം കൊച്ചുങ്ങളെ വളർത്തുകയും ജോലിക്ക് പോവുകയും ചെയ്യുന്നതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. രണ്ടും കൂടെ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ജോലിയുടെ പ്രയോറിറ്റി കൊടുത്തിട്ട് ഫാമിലി കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ, എന്തായാലും ഭർത്താവ് വലിയ റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കുന്നില്ല. ഭർത്താവ്, ഞാൻ വെസ്റ്റിലെ കാര്യമാണ് പറഞ്ഞത്, ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്. ഭർത്താവ് ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുക്കുന്നില്ല. ചിലപ്പം വീട്ടിൽ വന്നെങ്കിലായി, ഇല്ലെങ്കിലായി. പിള്ളേരെയൊക്കെ ഇങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞ് ജോലിക്കൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ പിള്ളേരുടെ കാര്യം എന്തായും എന്ന്, പ്രത്യേകിച്ച് മക്കളോട് അമ്മമാർക്ക് വലിയൊരു ഇഷ്ടമുണ്ടല്ലോ. പൊതുവേ ജനറലി ഉള്ളൊരു ഇഷ്ടമാണ്. എന്നാൽ അപ്പന്മാർക്കില്ലെന്നല്ല പറയുന്നത്. എന്നാൽ അമ്മമാർക്ക് ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റ് മക്കളോടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ മോഡേൺ കാഴ്ചപ്പാടനുസരിച്ച് മക്കൾ തൽക്കാലം വേണ്ട. അതിനുവേണ്ടി ഇപ്പോൾ ശാസ്ത്രവും അവരെ സഹായിച്ചു. എന്താണ്? എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെക്കുക. ഞാൻ റിട്ടയർ ആവും, അല്ലെങ്കിൽ ഒരു ഓൾഡർ റിട്ടയർമെൻറ്റ് 50ാമത്തെ വയസ്സിലോ 60ാമത്തെ വയസ്സിലോ എടുത്തു കഴിഞ്ഞ് ഞാൻ എൻ്റെ എംബ്രിയോ വെച്ച് ഞാനിന്ന് വീണ്ടും ഗർഭം ധരിച്ച് ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റിൽ ഞാൻ മക്കളെ പ്രസവിക്കുമെന്ന് മോഡേൺ സയൻസ് പറയുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു വിശകലനത്തിലേക്കല്ല ഞാനിപ്പോൾ പോകുന്നത്. ദൈവം അങ്ങനെയൊന്നും ആ സമയത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ശാസ്ത്രം അത്രയൊന്നും ഡെവലപ്പ് ചെയ്യാഞ്ഞുകൊണ്ട് അത്രയൊന്നും ചേരുന്നില്ല. എന്നാൽ ദൈവം പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ 60ാമത്തെ വയസ്സിൽ പിള്ളേരെ ഉണ്ടാക്കണമെന്നോ ഒന്നുമല്ല ദൈവം പറയുന്നത്. അങ്ങനെ ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിക്കുക. അബ്രഹാമിനും സാറായിക്കും ഒക്കെ 90, 95 ഒക്കെ ആയിട്ടാണല്ലോ കുഞ്ഞുങ്ങൾ ഉണ്ടായെന്നൊക്കെ നിങ്ങൾ പറയും. അതൊക്കെ ദൈവത്തിൻ്റെ പർപ്പസും ഉദ്ദേശവും ഒക്കെ ആയിരുന്നു. എന്നാൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴേ അവരെ അനുഗ്രഹിച്ചത് നിങ്ങൾ മക്കൾ വേണ്ട എന്നുള്ളതല്ല, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറഞ്ഞ് പെരുകണം എന്നുള്ളതാണ്. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ഈവൻ അന്ന് ഫാമിലി പ്ലാനിങ്ങും ഇല്ലായിരുന്നു. ഫാമിലി പ്ലാനിങ് ഒക്കെ പിന്നെ കൊണ്ടുവന്നതല്ലേ. നമ്മുടെയൊക്കെ കാലങ്ങളിലല്ലേ പോപ്പുലേഷൻ ഒരുപാട് എക്സ്പ്ലോഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, റിസോഴ്സസ് സഫിഷ്യൻ്റ് അല്ലാതായി കഴിഞ്ഞാൽ എന്തായി തീരുമെന്ന് പേടിച്ചിട്ടൊക്കെയാണ് ഈ ഫാമിലി പ്ലാനിങ് കൊണ്ടുവന്നത്. എന്നാൽ അത് കൊണ്ടുവരാതിരുന്ന കൺട്രികളിലൊക്കെ ഇപ്പോഴേ ലേബർ ഫോഴ്സ് കൂടുതലുള്ളതുകൊണ്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അത് സഹായമായി തീർന്നു എന്നും, അത് കൊണ്ടുവരാതിരുന്നതൊക്കെ നന്നായി എന്നും ഇപ്പം മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങി. ഇത് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇപ്പോഴത്തെ ചിന്താഗതി ബിബ്ലിക്കലായിട്ടുള്ള ചിന്താഗതി അല്ല എന്നാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. മക്കൾ വേണ്ട, അത് ദൈവത്തിൻ്റെ പ്ലാനിനോടുള്ള ഒരു മറുതലിപ്പാണ്. എന്നാൽ പ്ലാൻഡ് മക്കൾ, നമ്പർ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ, ഇതൊക്കെ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാണ്. ദൈവത്തിൻ്റെ ജനറൽ പ്ലാൻ മക്കൾ വേണം എന്നാണ്.
എക്സെപ്ഷണൽ പ്ലാനായിട്ട് ചില കാര്യം ജീവിതത്തിലൊക്കെ ലേറ്റായിട്ടും അല്ലെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ചില സന്യാസ സമൂഹത്തിനൊക്കെ കല്യാണം കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പൗലോസിൻ്റെ ജീവിതത്തിൽ പൗലോസ് മാരീഡ് അല്ലാതിരിക്കുന്നതിന് എനിക്ക് നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ദൈവത്തിൻ്റെ ഉദ്ദേശമല്ല. ചില ആൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റെവലേഷനിലൊക്കെ ആയിരിക്കാം. എന്നാൽ എല്ലാവരെയും കുറിച്ച് പൊതുവായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഫോർ ഗോഡ് മെയ്ഡ് മാരേജ് ഫോർ പ്രൊക്രിയേഷൻ, വംശവർദ്ധനവിന് വേണ്ടിയാണ് ദൈവം മാരേജ്. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ദൈവം മാരേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ദൈവത്തിൻ്റെ കർമ്മ പദ്ധതിയിൽ നമ്മുടെ ജീവിതങ്ങളിൽ വിശുദ്ധി പ്രാപിക്കാനായിട്ടാണ് തന്നത്. വിശുദ്ധി പ്രാപിക്കുന്നതും മാരേജും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നിങ്ങൾ ചോദിക്കും. കുടുംബജീവിതത്തിലുള്ള വിശുദ്ധി ദൈവം ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒന്നാണ്. 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കും. അത് കൊരിന്ത്യ സഭയിൽ ദുർനടപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മാരീഡ് ലൈഫിന് ഉപരിയായിട്ടുള്ള സെക്ച്വൽ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ മനുഷ്യന്റെ സെക്ച്വൽ സാറ്റിസ്ഫാക്ഷന് ദൈവം ഒരുക്കിയ ഒരു നിയമമാണ് മാരേജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിത്തിൻ ദ മാരേജിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് ദൈവം പെർമിറ്റ് ചെയ്തിരുന്നു. മനുഷ്യന്റെ സെക്ച്വൽ ഏർജ് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ, അതിനുവേണ്ടി ദൈവം ഒരുക്കിയൊരു മുഖാന്തരമാണ് മാരേജ്. ദാറ്റ് ഈസ് ഫോർ ദ പ്യൂരിറ്റി. 4-ാമത്തെ കാര്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ജീവിതത്തിലെ വിശുദ്ധിയെക്കുറിച്ചാണ്. ദൈവം വിശുദ്ധരാണ്, അതുകൊണ്ട് ഫാമിലിയും വിശുദ്ധരായിരിക്കണം. അതിൻ്റെ ഒരു ദുർനടപ്പ് വരാതിരിക്കാനായിട്ട് ദൈവം കുടുംബങ്ങളെ കൊണ്ടുവന്നു എന്ന് കാണുന്നു. 5-ാമത്തെ കാര്യം, ദൈവസ്നേഹത്തിൻ്റെ നിഴലായിട്ട് ഭാര്യയും ഭർത്താവും ആയിരിക്കണം. അവർ സ്നേഹിച്ചു കഴിയുമ്പോൾ അത് ദൈവ സ്നേഹത്തിൻ്റെ വലിയൊരു നിഴലാണ് എന്ന് കാണിക്കാനായിട്ട്. എഫേസ്യർ 5-ാം അധ്യായത്തിൽ നമ്മൾ സാധാരണ മാരേജിലൊക്കെ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാണ്. അതിന് അവസാനം വരുമ്പോൾ 32-ാം വാക്യത്തിൽ ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നു. 5:31 പറയുന്നത് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ റെപ്പറ്റീഷനാണ്. അതുപോലെ തന്നെ ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ ഓരോരുത്തരും തന്റെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കണം എന്ന് പറയുന്നു. സോ മാരേജ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ആസ് എ സിംബൽ ഓഫ് ദ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ചർച്ച്. അതായത് സഭയും ക്രിസ്തുവും തമ്മിലുള്ള ഒരു സ്പിരിച്വൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു ലോകത്തിലുള്ളൊരു പ്രതീകമായിട്ടാണ് ഈ കുടുംബ ജീവിതത്തെ ദൈവം കാണിക്കുന്നത്. അങ്ങനെ ലോകത്തിൽ അത് പ്രസന്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്. ഏത് രീതിയിലാണ് ക്രിസ്തു സഭയെ സ്നേഹിച്ചത് നമുക്കറിയാം. അതിന് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടുന്നതും ഒക്കെ ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധവുമായിട്ട് ലിങ്ക് ചെയ്താണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ മറന്നുപോയി. വിവാഹം അതുകൊണ്ട് ദൈവം പ്രത്യേക ഉദ്ദേശത്തോടുകൂടി സ്ഥാപിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുക. ഗോഡ്സ് പർപ്പസ് ഓഫ് മാരേജ്, അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നത്. ഇന്ന് നിങ്ങളോട് സംസാരിച്ച 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇറ്റ് ഈസ് ഫോർ പ്രൊക്രിയേഷൻ, വംശവർദ്ധനവിന് വേണ്ടി. 2-ാമത്, ഇറ്റ് ഈസ് ഫോർ പ്യൂരിറ്റി ഇൻ ലൈഫ്, ജീവിതത്തിലെ വിശുദ്ധിക്ക് വേണ്ടി ആണ്. 3-ാമത് പറഞ്ഞത് മാരേജ് ആസ് എ സിംബൽ ഓഫ് ദ ലവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ചർച്ച്. സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഒന്നാണ് മാരേജ്. മാരേജിൻ്റെ പർപ്പസിനെ കുറിച്ച് ഈ 5 കാര്യങ്ങൾ ഇന്ന് 3 പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്, ഒന്ന് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു,
രണ്ടാമത് സന്തോഷം, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എന്ന് പറയും. ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മാരേജിൻ്റെ ഉദ്ദേശം എന്ന് കാണുന്നു. എന്നാൽ ഇന്ന് മാരേജ് പലപ്പോഴും ഈ ഉദ്ദേശത്തിനൊന്നുമല്ല. നേരത്തെ അതിൻ്റെ മുഖവരെ ഞാൻ പറഞ്ഞു, മാരേജിൻ്റെ പർപ്പസ് ഇതൊന്നുമല്ല എന്നുള്ള രീതിയിലാണ് ഇന്ന് ലോകം ചിന്തിക്കുന്നത്. കാരണം നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു തുണയ്ക്ക് പകരം ഒരു ഇണയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫാമിലി ലൈഫിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ജോലിയുള്ളൊരു ഭാര്യയെ കെട്ടുക, ജോലിയുള്ളൊരു ഭർത്താവിനെ കെട്ടുക എന്നുള്ള രീതിയിലുള്ള ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സൗകര്യത്തിന് വേണ്ടി, നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി ഒക്കെയാണ് പലപ്പോഴും ഇന്ന് മാരേജ് പലരും ചെയ്യുന്നത്. എന്നാൽ തോട്ട്ഫുള്ളായിട്ട് നമ്മൾ ചിന്തിക്കുക. നമുക്ക് ഗൈഡ് ലൈൻസ് ദൈവത്തിൽ നിന്ന് പറയുന്നുണ്ട്, ഇതാണ് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം മാരേജ്. എന്നാൽ നമ്മളല്ലാതെ ചിലപ്പം ഇതൊന്നും ചിന്തിക്കാതെ, നമ്മളിതൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ കല്യാണം കഴിച്ചു, ഒരു കുഴപ്പമില്ല, ജീവിക്കുക, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എങ്കിൽ നമ്മുടെ മാരേജ് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഗൈഡ് ലൈൻസ് നമ്മൾ ഫോളോ ചെയ്യുകയും ഇതനുസരിച്ച് പോവുകയും ചെയ്താൽ നമ്മുടെ ജീവിതം കുറെ കൂടെ ആനന്ദപ്രദമാകും. അയ്യോ ബ്രദറെ, ഇപ്പം ഞങ്ങളുടെ ജീവിതം ഭയങ്കര ആനന്ദമാണല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നുള്ളതല്ല. അങ്ങനെ ചിലപ്പോൾ ആയിരിക്കില്ലെന്നൊന്നും പറയരുത്. എന്നാൽ ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു നോർമൽസി ഒരിക്കലും അങ്ങനെ പലപ്പോഴും വരത്തില്ല. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോഴെന്താണ് അവിടെ നിന്നും പിശാചി കയറി കലക്കി കളയാനായിട്ട് ഇടവരും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലോട്ട് കൊടുത്തിട്ട് എവിടെയൊക്കെ റിപ്പയർ ആവശ്യമുണ്ട് അവിടെല്ലാം ദൈവവചന പ്രകാരം ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ദൈവം കൃപ തരട്ടെ, അതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി തീർന്നു എന്ന് ചിന്തിക്കുന്നു. ഇനി നാളെ നമ്മൾ വിവാഹം എന്തുകൊണ്ട് പ്രാധാന്യം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് വാട്ട് ഈസ് എ പർപ്പസ് എന്നാണ് ചിന്തിച്ചത്. എന്നാൽ എന്തുകൊണ്ടാണ് വിവാഹം പ്രാധാന്യം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അതും ഇങ്ങനെ തുടർമാനമായിട്ട് ചിന്തിക്കും. അത് കഴിഞ്ഞിട്ട് റോൾസിനെ കുറിച്ചും നമ്മുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്നതാണ്. ഇത് നിങ്ങൾ തുടർമാനമായിട്ട് കാണണം. ഇത് മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രീവിയസ് എപ്പിസോഡ് എടുത്ത് കാണണം. കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായതുകൊണ്ട് ഇടയ്ക്ക് മിസ് ചെയ്തിട്ട് കാണുമ്പോഴേ അതിൻ്റെ കണ്ടിന്യൂറ്റി പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നത് ലൈക്ക് ചെയ്യുകയും അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലെ മാരേജിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഉള്ളത് നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നല്ലോ. പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കുന്നതിന് അതീതമാണ് മാരേജിൻ്റെ പർപ്പസ്. ഞങ്ങൾ വിശുദ്ധരായി ജീവിക്കാനായിട്ട് ദൈവം വിശുദ്ധനായിരിക്കുന്നുണ്ട്. അതുപോലെ സഭയും ക്രിസ്തുവും തമ്മിലുള്ള റിലേഷനിൽ ആ സെൽഫ് ഗിവിങ് ലവ് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു വലിയ മാതൃകയായിട്ട് കുടുംബജീവിതങ്ങളെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു, വംശവർദ്ധനവിന് വേണ്ടി തന്നിരിക്കുന്നു എന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചല്ലോ. ഞങ്ങളുടെ പാർട്ട്ണർഷിപ്പ്, ഞങ്ങളുടെ ലവ്, ഞങ്ങളുടെ കർത്താവെ പ്രൊക്രിയേഷൻ, ഞങ്ങളുടെ പ്യൂരിറ്റി, ഞങ്ങളുടെ റിലേഷൻഷിപ്പ്, ഇതെല്ലാം കർത്താവെ ഏറ്റവും ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കാൻ കർത്താവെ ഈ ദിവസങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലെ ഉള്ള പ്രയാസങ്ങളെ ചിലരെ കടന്നു പോകുന്ന കാണുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന ചില വ്യക്തികൾ ഇത് കാണുകയും കർത്താവെ ഇതിൽ കമൻ്റ് ഇടുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ സന്നിധിയിൽ സബ്മിറ്റ് ചെയ്യുമ്പോഴേ നീ എല്ലാറ്റിനും ഉത്തരം തരുന്ന ദൈവമാണ്. നിന്നിലേക്ക് നോക്കിയവരാരും ഒരു നാൾ ലജ്ജിച്ചു പോയിട്ടില്ല. ഇത് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ വ്യക്തികൾ ഇത് താല്പര്യത്തോടെ കർത്താവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴേ അറിയാത്ത വഴികളിൽ നിന്ന് സാമ്പത്തികമായിട്ടൊരു വിടുതൽ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ വിശ്വാസത്തോടെ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കും. ആ കുടുംബജീവിതത്തിലുള്ള സാമ്പത്തിക പ്രയാസത്തിൽ നിന്ന് ദൈവം വിടുവിക്കും. ദൈവം അനുഗ്രഹിക്കും, എല്ലാ രീതിയിലും അനുഗ്രഹിക്കും. തുടർന്നും ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കായിട്ട് അപേക്ഷിക്കുക. ദൈവം വഴികളെ തുറക്കുകയും സഹായിക്കുകയും ചെയ്യും. കർത്താവെ, ഞങ്ങളെ ഒരു ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കും. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇതേ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിച്ച പോലെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ കൂടി കടന്നു പോകുന്നവരുണ്ട്. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചതിനും ദൈവം അതിന് ഉത്തരം തരും. ഫാമിലി ബഡ്ജറ്റിനെ കുറിച്ചും ഫൈനാൻസിനെ കുറിച്ചും ഉള്ള ഒരു സെഷന് ഇത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. നിങ്ങളത് അറ്റൻഡ് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ പ്ലാനിങ്
എസ്പെഷ്യലി കുടുംബങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതിനകത്തുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.